ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. മനസ്സ് മുഴുവനും ഹജ്ജാജിമാരുടെ കൂടെ മിനായിൽ കിടന്നുറങ്ങുകയാണ്. ചുണ്ടുകളിൽ അസ്തഗ്ഫിറുല്ലാ എന്ന ഒറ്റ വാക്കേയുള്ളൂ, ഇടയ്ക്കിടെ തൽബിയത്തിന്റെ വചനവും. നാളെയുടെ പുലരിയിൽ അറഫയെ കാണണം. ആദമിന്റെയും ഹവ്വായുടെയും കണ്ടുമുട്ടലുകളുടെ ഓർമ്മകൾ മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ ചരിത്രം ഉൾപ്പെടെ മനസ്സിൽ നിറക്കണം. ഹജ്ജ് എന്നാൽ അറഫയാണെന്ന തിരുമൊഴിയിൽ എല്ലാമുണ്ട്. അവിടുന്ന് മസ്ജിദ് നെമിറയിലെ അറഫ ഖുതുബ കേൾക്കണം, നിസ്കരിക്കണം, പാപങ്ങൾ മുഴുവൻ വിടുതൽ ചെയ്യാൻ നാഥനോട് കണ്ണീരൊലിപ്പിക്കണം. അതും കഴിഞ്ഞ് നാളെയുടെ സന്ധ്യയിൽ മുസ്ദലിഫയിലേക്ക് പോകണം. ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരുവനായി, ഒരേ മനസ്സ്, ഒരേ വേഷം, ഒരേ മന്ത്രം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഉമ്മ ഹാജറ ബീവിയുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയാണ്. അചഞ്ചലമായ വിശ്വാസവും ആത്മസമർപ്പണവും ഇലാഹി പ്രീതിയുടെ പ്രതീക്ഷയും എല്ലാം സംഗമിച്ചതാണ് ആ കുടുംബം. ആ കുടുംബത്തിന്റെ ഓർമ്മകൾ എക്കാലത്തും വിശ്വാസിക്ക് പാഠമാണ്. ഇന്ന് മനസ്സുകൊണ്ടെങ്കിൽ വൈകാതെ ഖലീലുല്ലാഹിയുടെ വിളി കേട്ട് അവിടം ചെല്ലണം. ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ സ്ഫുടം ചെയ്ത മനസ്സുമായി അവിടം കണ്ട് മടങ്ങണം. ഹൃദയ രാജകുമാരൻ ഹബീബിന്റെ ചാര ചെല്ലണം. അവിടത്തേക്ക് സലാം പറയണം. അതൊന്നുമില്ലാതെ ലോകം വിട്ടു പോകല്ലേ എന്നാണ് പ്രാർത്ഥന. മൗത്തണയും മുമ്പേ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. അതുതന്നെയാണ് ഈ പുണ്യദിനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ പ്രാർത്ഥനയും. لا شريك له لبيك اللهم لبيك لبيك لا